ഉച്ചയ്ക്ക് 2:30 മണിക്ക് നടക്കേണ്ട പ്രോഗ്രാമിന് 12 കാലായപ്പോഴുള്ള ഹാളിന്റെ അവസ്ഥയാണിത്. ഇത്രയും ആളുകൾ ഇത്രയും നേരത്തെ വന്ന് സീറ്റ് പിടിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ കോളേജിൽ സുനിത വില്യംസ് വരുന്നുണ്ട്. അപ്പൊ സാറ് നമുക്ക് യുഎസ് എംബസിയുടെ കുറെ പ്രോട്ടോകോൾ എല്ലാം പറഞ്ഞു തരായിരുന്നു. സൈഡിൽ നിൽക്കരുത്, സെൽഫി എടുക്കരുത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരായിരുന്നു. ലാസ്റ്റ് പുള്ളിക്കാരത്തി വന്നപ്പോൾ അബ്സല്യൂട്ട് രോമാഞ്ചായിരുന്നു ഞങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ചരിത്ര വനിതയെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. ആദ്യം സീറ്റ് പിടിച്ച 1650 പേർക്ക് മാത്രമേ ഇതിനകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കി കയറാൻ പറ്റാത്തവർക്കെല്ലാം കോളേജിന്റെ തന്നെ പല പല കൗൺസിൽ ഹാളിലും സെമിനാർ ഹാളിലെല്ലാം ലൈവ് ടെലികാസ്റ്റിംഗ് വഴിയാണ് മാഡത്തിനെ കാണാൻ പറ്റിയിട്ടുള്ളൂ. Ideas with my friends and colleagues here in India as we get ready for Gaganyaan and then a space station. മാം നമുക്കൊരു വീഡിയോ എല്ലാം ഷെയർ ചെയ്തിരുന്നു അവിടെ സ്പേസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ അവർ അവിടുത്തെ ലൈഫെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള മൊമെന്റ്സ് എല്ലാം ഷെയർ ചെയ്തു. പിന്നെ അതേപോലെ സ്പേസിൽ നിന്ന് ഓരോരോ കാണാനുണ്ടായിരുന്ന എക്സ്പീരിയൻസിനെ പറ്റിയെല്ലാം ഷെയർ ചെയ്തു. അതിനുശേഷം നല്ലൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസിനെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കാനും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് എന്ന പോലെ ആറന്മുള കണ്ണാടിയും പത്മനാഭന്റെ ഒരു പ്രതിമയാണ് കൊടുത്തത്. പിന്നെ ചിലർക്കെങ്കിലും പത്മനാഭനും സ്പേസും തമ്മിലൊരു ഒരു കൂടിച്ചേർച്ചില്ലാത്ത പോലെ തോന്നിയിരിക്കാം. പക്ഷേ അതെല്ലാം നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായതുകൊണ്ടും തിരുവനന്തപുരം വരെ വന്നിട്ട് ഇതൊന്നും കൊടുക്കാതെ വിടുന്നത് മോശമാണ് എന്ന് അവർക്ക് തോന്നിയതുകൊണ്ടായിരിക്കാം ആ ഒരു ഗിഫ്റ്റ് കൊടുത്തത്. അതിനുശേഷം മാഡം നമുക്കും ഗിഫ്റ്റ് തന്നു. അതിനുശേഷം നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു എറിക്ക് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനും പിന്നെ നമ്മുടെ കോളേജിൽ മാമിനെ കൊണ്ടുവരാൻ സഹായിച്ച ബൃന്ദ എന്ന മാമിന് ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ ഗിഫ്റ്റുകളെല്ലാം കൊടുത്തു. മാമിന് താങ്ക്സ് പറഞ്ഞതിന് ശേഷം എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി OIT പോയി. എനിക്കാണ് ഇത്ര അടുത്ത് പുള്ളിക്കാരത്തിനെ കണ്ടിട്ട് ഇറങ്ങി പോകാനും തോന്നുന്നില്ല. പക്ഷെ ഇറങ്ങി ചെന്നപ്പോഴേക്കും ഓൾറെഡി സീറ്റ് എല്ലാം ഫില്ലായി. പിന്നെ നമ്മൾ ഏറ്റവും ബാക്കിലൊക്കെ പോയാണ് ഇരുന്നത്. അങ്ങനെ ഫോട്ടോ എടുത്തതിന് ശേഷം പുള്ളിക്കാരത്തി പോയി. അപ്പോൾ കോളേജ് ഏതാണെന്ന് കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാവും. IIST ആണ് കോളേജ്. നമ്മുടെ തിരുവനന്തപുരത്താണ്. കോളേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ ചെയ്യാം. അപ്പോൾ അതെല്ലാം കാണണം എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.